Hi all, welcome to Travel Business. It's me, Shamsad PK. ട്രാവൽ ബിസിനസ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഗൂഗിൾ സ്ലൈഡ് എന്ന ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ്. ഗൂഗിളിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് ഗൂഗിൾ സ്ലൈഡ്. ഗൂഗിൾ ഫ്രീ ആയിട്ട് ഒരു ഗൂഗിൾ അക്കൗണ്ടുള്ള ആർക്കും ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്കറിയാം മൈക്രോസോഫ്റ്റിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് പവർ പോയിൻറ്റ്. നമ്മൾ ബിസിനസ്സുകാരൊക്കെ പ്രസൻറ്റേഷന് വേണ്ടിയിട്ട് നമ്മൾ പ്രൊഡക്റ്റിനെ പ്രസൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. അതേ സമാനമായിട്ടുള്ള ഉപയോഗം തന്നെയാണ് ഗൂഗിൾ സ്ലൈഡ് ഉപയോഗിക്കുമ്പോഴും കിട്ടുന്നത്. പക്ഷേ ഗൂഗിൾ സ്ലൈഡ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്ത് പ്രസൻറ്റേഷനാണോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ എന്ത് സ്ലൈഡാണോ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അത് നമുക്ക് ഓൺലൈൻ വഴി എവിടെ നിന്നും ആക്സസ് ചെയ്യാനും അതുപോലെ തന്നെ അതിൽ മാറ്റങ്ങൾ വരുത്താനും സാധിക്കും എന്നുള്ളതാണ്. ഒരു പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സേവ് ചെയ്തിട്ടുള്ള സിസ്റ്റത്തിൽ മാത്രമേ നമുക്ക് അത് ലഭ്യമാകൂ. അല്ലെങ്കിൽ പിന്നെ അത് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പെൻഡ്രൈവിലേക്കോ മറ്റു ഡാറ്റയിലേക്കോ കോപ്പി ചെയ്തിട്ടുണ്ടെങ്കിലാണ് നമുക്കത് പിന്നീട് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഗൂഗിളിൻ്റെ പ്രൊഡക്റ്റായ ഈ ഗൂഗിൾ സ്ലൈഡിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ എവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് അത് എഡിറ്റ് ചെയ്യാനും അതിൽ കൂട്ടിച്ചേർക്കലുകൾ വരുത്താനും ഒക്കെ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാഫുകൾക്കും ഇതിൻ്റെ ആക്സസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് വളരെയധികം ഉപകാരപ്രദമാകുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ഗൂഗിളിൻ്റെ ഗൂഗിൾ സ്ലൈഡ് എന്നുള്ളത്. അപ്പോൾ അത് എങ്ങനെയാണ് ഗൂഗിൾ സ്ലൈഡ് പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കുക എന്നുള്ളതും കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ക്രീനിലേക്ക് പോകാം. ഗൂഗിൾ സ്ലൈഡ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. ഗൂഗിളിൻ്റെ എല്ലാ പ്രോഡക്റ്റുകളും പോലെ തന്നെ ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഗൂഗിളിൻ്റെ ഈ ഗൂഗിൾ സ്ലൈഡ് എന്ന പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ സാധിക്കുക. ജസ്റ്റ് ഗൂഗിൾ അക്കൗണ്ട് സൈൻ അപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സൈൻ ഇൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഗൂഗിൾ സ്ലൈഡ് ഉപയോഗിക്കാവുന്നതാണ്. ഗൂഗിൾ പ്രൊഡക്ട്സിൽ സ്ലൈഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഐക്കൺ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ലൈഡ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഡാഷ്ബോർഡിലേക്ക് അല്ലെങ്കിൽ വിൻഡോയിലേക്ക് കടക്കും. ഇവിടെ നമുക്കറിയാം നമ്മൾ വിൻഡോസിൻ്റെ പ്രോഡക്റ്റായിട്ടുള്ള മൈക്രോസോഫ്റ്റിൻ്റെ പ്രോഡക്റ്റായിട്ടുള്ള പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ അത് എന്താണോ അതിൻ്റെ ഉപയോഗം അത് തന്നെയാണ് ഈ ഗൂഗിൾ സ്ലൈഡ്സും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ പുതുതായിട്ടൊരു സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ പ്ലസ് ബട്ടൺ അതായത് ബ്ലാങ്ക് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പുതിയ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾ പവർ പോയിൻറ്റിൽ എങ്ങനെയാണോ അതിൻ്റെ ഡാഷ്ബോർഡ് വരുന്നത് അതിൻ്റെ ടൂളുകൾ എങ്ങനെയാണോ ഉപയോഗിക്കേണ്ടത് അതുപോലെ തന്നെയാണ് ഗൂഗിൾ സ്ലൈഡ്സിലും നമ്മൾ ഉപയോഗിക്കേണ്ടത്. പക്ഷേ ഗൂഗിൾ സ്ലൈഡ്സിൽ ഒരു മാറ്റം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സ്ലൈഡുകൾ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിലാണത് സേവ് ആവുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെ നിന്നുകൊണ്ടും നമുക്ക് നമ്മുടെ അക്കൗണ്ട് സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ലൈഡ് ഉപയോഗിക്കാൻ പറ്റും, അതിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അപ്പോൾ അത് വളരെ നല്ലൊരു ഫീച്ചറാണ്. ഒരു ബിസിനസ്സുകാരെ സംബന്ധിച്ചൊക്കെ അവരുടെ സ്റ്റാഫുകൾക്കൊക്കെ ആക്സസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഗൂഗിൾ ലോഗിൻ ക്രെഡൻഷ്യൽ മാത്രം ഷെയർ ചെയ്താൽ മതി. അവർക്ക് എവിടെ നിന്നുകൊണ്ടും അതിൽ മാറ്റങ്ങൾ വരുത്താനും അതിൽ പുതുതായിട്ട് കാര്യങ്ങൾ ആഡ് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ ഗൂഗിൾ സ്ലൈഡ് എന്നുള്ളതും വളരെ ഉപയോഗപ്രദമാകുന്ന ഗൂഗിളിൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. ജസ്റ്റ് പരിചയപ്പെടുത്തുക ഉള്ളത് മാത്രം ഉദ്ദേശിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ ഗൂഗിൾ സ്ലൈഡ് നിങ്ങൾക്ക് എന്താണെന്നുള്ളത് പരിചയപ്പെടുത്തുക എന്നുള്ളതിനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഗൂഗിൾ സ്ലൈഡ് എങ്ങനെ ഉപയോഗിക്കാം അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഉപയോഗം എന്നുള്ളത് വായിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ട്രാവൽ ടു ബിസിനസ് ബ്ലോഗിൽ നമ്മൾ ബ്ലോഗായിട്ടും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണും വരെ താങ്ക് യു.